ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനും അഫിയും ഇക്കയുടെ അടുത്തേക്ക് പോവാണ്, ഇക്കനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് ദുബായിക്കായിരിക്കും. അത് ദുബായിക്കല്ല കേട്ടോ. ഇക്ക ഇന്നലെ വന്നു, കാസർഗോഡാണ് വന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും കാസർഗോഡ് വീട്ടിലേക്ക് പോവുകയാണ്. നാളെയാണ് ബസ് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ബസ്സിനാണ്, നമ്മൾ UBC ഉണ്ടല്ലോ, അതിനാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഉമ്മച്ചി കൊണ്ടുവിടാമെന്നൊക്കെയാണ്. പക്ഷേ അതിനൊരു അസൗകര്യം വന്നു. അപ്പം നമ്മുടെ അജ്മീറാണെങ്കിൽ എറണാകുളത്തുണ്ട്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. അവൻ നാളെ രാവിലെ വന്നിട്ട് ഞങ്ങൾ 3 പേരുടെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിലവിൽ പ്ലാനിങ് അങ്ങനെയാണുള്ളത്. അപ്പം എന്തൊക്കെ വരാൻ വേണ്ടിയിട്ടിരുന്നാണെന്ന് വെച്ചാൽ കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും പറയാതിരുന്നത്. ഒരു ഉറപ്പില്ലായിരുന്നു വരുമെന്നുള്ളതിന്. പിന്നെ വരേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അതെന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ വരും വീഡിയോസിലൂടെയൊക്കെ പറയുന്നതായിരിക്കും. അത് ഇക്ക തന്നെ പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നടന്നിരിക്കുകയാണ്. അപ്പം ഓക്കെ, അതെന്തായാലും നമുക്ക് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളവിടെ എത്തുന്നത് വരെയുള്ളൊരു വ്ളോഗായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിക്കണം. പിന്നെ നാളെ എനിക്കിപ്പം പാക്കിങ് കാര്യങ്ങളൊന്നിനും സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് 1-2 അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ ഇന്നാണ് കൊറിയർ വന്നത്. അതുകൊണ്ട് നാളെ തന്നെ എനിക്കത് നമ്മൾ ഫോണിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ കൊറിയറൊക്കെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് പാടാണ്. അതുകൊണ്ട് നാളെ ആ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നാളെ അത്ര സമയം പിടിക്കില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല എല്ലാം കൂടി നാളെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും സമയം പിടിക്കില്ല, മൊത്തം ഓട്ടപ്പാച്ചിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒരു 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. പിന്നെ അഫിയും ഉമ്മച്ചിയും മറ്റു ഉമ്മച്ചിയൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പാക്കിങ് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ. മൊത്തം കൺഫ്യൂഷനായിരിക്കും എനിക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, എന്തൊക്കെ കൊണ്ടുപോകണം ഏതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. ഞാൻ എന്നും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വിചാരിക്കും ഒന്നും എടുക്കണ്ട, ആകെ 2-3 ഡ്രസ്സ് എടുത്താൽ മതി. പക്ഷേ എങ്ങനെ പോയാലും ആ ഒരു ബാഗ് ഫുള്ളായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് വെക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. അത് എപ്പോൾ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും 1-2 നല്ല ഡ്രസ്സ് എടുക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് പകുതി ഡ്രസ്സ് പാകാവില്ല. ഇപ്പം അതാണ് മെയിൻ പ്രശ്നം. ആകെ 2-3 ഡ്രസ്സ് മാത്രമാണ് കയറുള്ളൂ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡ്രസ്സ് എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് നല്ല ഡ്രസ്സ് എന്തായാലും കൊണ്ടുപോകണം. വീട്ടിൽ കൂടെ ഇടാനുള്ളതൊക്കെ എൻ്റെ ആ ഫീഡൊക്കെ അവിടെ കാണും. അപ്പം ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. നമുക്ക് എന്തായാലും ആദ്യം ഇതെല്ലാം ഒന്നെടുത്ത് മടക്കി വെച്ചിട്ട് ബാഗിലേക്ക് കയറ്റാം. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എത്ര ഡ്രസ്സായിട്ട് കൊണ്ടുപോകണുള്ളൂ. വെറുതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവിടെ പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ അഫിയുടെ ആണെങ്കിൽ മാറി മാറി ഇടുന്നതുകൊണ്ട് അഫിക്ക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മടക്കി വെച്ചിട്ട് ബാഗിനുള്ളിലേക്ക് കയറ്റാം. അങ്ങനെ രാവിലെ എണീറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉടുമ്പന്നൂർക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. അഫിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. പിന്നെ എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഞാൻ അവിടെ പോയിട്ട് വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അജ്മീറാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഉടുമ്പന്നൂരൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം എനിക്ക് 1-2 അൺബോക്സിങ് വീഡിയോ എടുക്കാനുണ്ട്. അപ്പം എന്തായാലും ഉടുമ്പന്നൂർ പോകാൻ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ 2 ഉണ്ട് കേട്ടോ. ഇതും പിന്നെ ഇതുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുത്തിട്ട് ഉടനെ തന്നെ ടൗണിലേക്ക് പോകാം.
അങ്ങനെ നമ്മൾ ഉടുമ്പന്നൂർക്കൊക്കെ പോയിട്ട് വന്നു. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു, പാത്രമൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇനിയിപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ഇപ്പോൾ രാത്രി ഫുള്ളിരിക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി ചോറുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി എല്ലാം ഒന്ന് പാക്ക് ചെയ്തൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കണ്ട് കേട്ട് ഉറപ്പിച്ച് വെച്ചു. വേറെ കുറച്ച് സാധനം കൂടി എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. ഇനി സമയം 3:40, 4 മണി ആവാനായിട്ടുണ്ട്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും എത്തുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ലേറ്റായി. അപ്പം ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പം എങ്ങനെയാണ് പോകുന്നത്, ബസ്സിനാണോ അത് ഓട്ടോ വിളിക്കണമെന്നൊന്നും അറിയില്ല. അവൻ വന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി അഫീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കണം, അതുപോലെ തന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, അജ്മീർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു, ഉടുമ്പന്നൂർ എത്തിയെന്ന് പറഞ്ഞ്. അപ്പോൾ ദേ ഒരാളിങ്ങനെ നോക്കിയിരിക്കുന്ന കേട്ടോ. ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ആരാത്? ആരാത്? ഓ സച്ചാവ് കണ്ണാടി വെച്ചോണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ്. ഇതാരിത്? കിട്ടിയല്ലോ. എന്താ നോക്ക്. എടുക്കത്തില്ലായിരുന്നോ? ചെറിയ ഐസ്ക്രീം ആണല്ലോ. ഫോൺ എടുത്തോണ്ടോ? ഫോൺ കൂടുതലിട്ട് ഉണ്ടാക്കോ? നേരത്തെ ഇടല്ലേ? ആളെ കിട്ടി. അപ്പൊ അവൻ വന്നതേ ഫുഡ് കഴിക്കാണ്. ഈ സമയം അവിടെ നിന്ന് കഴിച്ചില്ല അല്ലേ? 4 മണിയായി. ഞാൻ അവിടുന്ന് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോ കഴിച്ചു. പിന്നെ ഇന്നത്തെ കറികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. പുറത്തത് കഴിച്ചിട്ട് വരായിരുന്നു. കഴിക്കുമ്പോ മീനച്ചാറ് പോകുന്നു, അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ടല്ല, അത് മാത്രം അടിപൊളി എന്ന് പറഞ്ഞു. പയറുതോരനുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഇത് പുഴമീൻ, പരിപ്പ് കറി, അച്ചാറ്. പഠിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു, 4 മണിയായിരുന്നു. അപ്പം അവർ എറണാകുളത്തുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ എന്തായാലും വീട്ടിൽ പോയിരിക്കുമായിരുന്നല്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞ വീട്ടിൽ പോയിരിക്കാന്ന്? 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം അങ്ങനെ സമയത്താണ് ഇങ്ങനെ സംഭവം വന്നത്. ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ എനിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല, അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരുന്ന വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും. പറഞ്ഞിട്ടില്ല, അത് നമ്മളല്ല പറയണ്ടേ സത്യത്തില്, അത് പറയേണ്ട ആളവിടെ അല്ലേ. ഇക്ക ഒന്ന് പറഞ്ഞു, മറ്റേ സംഭവം പറഞ്ഞിട്ടില്ല. അത് അവര് വിചാരിക്കുന്നത് പറയാൻ അർഹതയുള്ളവരെന്നെ പറയണല്ലോ. ഇക്കാണല്ലോ എത്ര കൊല്ലത്തെ ആഗ്രഹമല്ലേ. ഒരുപാട് നാളത്തെ, ഒരുപാട് വർഷങ്ങളില് ഒരുപാട് കാലങ്ങളായുള്ള ഒരാളുടെ ആഗ്രഹമാണ് പൂർത്തീകരിക്കുന്നത്. അപ്പൊ ആ ആള് തന്നെ പറയണം അത്. അതെ തന്നെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട്. നമ്മളും അങ്ങനെ അവനെ കാണിക്കാൻ പറ്റിയ പോലെ അല്ല, എന്റെ ചാനല് കൂട്ടും. ഓക്കെ, അപ്പം അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഒത്തുകൂടുന്ന കൊറേ നാളിന് ശേഷം അല്ലേ? അപ്പം ഞാൻ എന്തായാലും അന്ന് പോയപ്പം ഇവരുണ്ടായിരുന്നു, പക്ഷെ ഇക്ക ഉണ്ടായിരുന്നില്ല. നമ്മളാ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തും പോകുന്നത്. പിന്നെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മള് യാത്ര കുഴപ്പമുണ്ടോ അതൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർക്കല്ല, എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. അപ്പം 7th മന്തിലെ സ്കാനിങ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇത്രയും ലോങ് അല്ലേ, നമ്മൾ ഒറ്റ ഇരിപ്പ് തന്നെ ഇരിക്കുമല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പം
അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു 7-ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞിട്ട് പോയാൽ പോരാടോ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം പോയി സ്കാൻ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തത്. പിന്നെ ഇക്ക അവിടെ വരുമ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്നിരിക്കും, പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെ പോകുന്നതാണ്. ഓട്ടോറിക്ഷ പോവാണ്. പാറേക്കാവിലെത്തി ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 6:20 ബസ്സിനാണ് നമ്മൾ പോകണേ. പണത്തൂര് അവന് ബസ്സുകാരെ വിളിച്ചു നോക്കുന്നതാണ് കേട്ടോ, കറക്റ്റ് ടൈമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ല എങ്ങോട്ടാ പോണേന്ന് എങ്ങോട്ടുണ്ട് അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തി ഗൈസ്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചെറുക്കൻ കയറി ഉടനെ തന്നെ ഉറങ്ങി മനുഷ്യനെ ഇതാക്കാൻ വേണ്ടി. അത് മറ്റേ കല്ലട. നമ്മുടെ ബസ് 10 മിനിറ്റ് നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ UBC എറണാകുളം വഴിയാണ് കേട്ടോ വന്നത്. അപ്പോൾ കലൂര് എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഒരു 9:30 ആയെന്ന് തോന്നുന്നു ആ സമയത്ത്. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു വീണ്ടും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എറണാകുളം വഴി വന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അഫി ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അഫി കുറച്ച് സമയമൊക്കെ ഉറങ്ങി, പിന്നെ കുറച്ച് സമയം എഴുന്നേറ്റിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ രാവിലെ ഒരു 7:30 കഴിഞ്ഞ് ഒരു 7:45 ആകാനായപ്പോഴാണ് കേട്ടോ നമ്മൾ പനത്തടി എത്തുന്നത്. ഇവിടെ ഞാനും വെക്കും.
വാപ്പി ഇവിടെ ഒന്നും ഇല്ല, വാപ്പി ദുബായിലല്ലേ, ഇതിനെ പറ്റിച്ചല്ലേ. ബാപ്പി ദുബായിൽ നിന്ന് അവളെ വിളിച്ചോണ്ട് ദുബായി വന്നു എന്നൊക്കെ. നീ എന്ത് ചെയ്യൂ നീ? അല്ലെന്നേ, പാപ്പി ദുബായിലാന്നേ. പാറ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കണ്ട് കൊണ്ടിട്ടേക്കണേ, അവിടെ അവരുടെ വീട്ടില് സ്ഥലമില്ലാത്തോണ്ടേ. എന്നാ പ്ലെയിനൊക്കെ കിട്ടിയില്ല, പിന്നെ വേണം. എവിടെ പോയി, എവിടെ പോയി? ക്ഷമയുണ്ട്, ക്ഷമിക്കണേ പരിധിയുണ്ടല്ലോ അവനെ. ചെരുപ്പൂരിയില്ലേ അതിന് അവനുള്ളതൊക്കെ കിട്ടിയ ആദ്യം തന്നെ, പിന്നെ എന്തിനാ തപ്പടെ? കൊച്ചു കൊച്ചിന് എന്ത് നല്ല പ്ലെയിനൊക്കെ ആകുമ്പോ നോക്കാം. പ്ലെയിൻ എന്തിനാ എല്ലാവരും കൊച്ചു ചോദിച്ചതാ കൊടുക്കാവോമ്മ, അമ്മേക്കാവോമ്മ. ഒരു കൊച്ച അമ്മച്ചോടി ചോദിച്ചു എന്നാ പോവാ കൊച്ചപ്പന്റെ മുമ്പിലേക്ക്. ഒച്ചക്കുളിക്ക് വന്നപ്പോഴേ തുടങ്ങി നിന്റെ മോൻ. അല്ലല്ലോ, അവിടെ നിന്ന് ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അകത്തേക്ക് കണ്ടില്ല, അതുകൊണ്ട് വന്നേ. എന്റെ പൊന്നേ, അത് ചവിട്ടിക്കൊന്ന് ദൂരത്ത്, അത് ചവിട്ടി മുമ്പ് ചവിട്ടി നീങ്ങോ നോക്കട്ടെ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ മതി. ബ്രേക്ക് പിടിച്ച ബ്രേക്ക് കൊണ്ട് ഇടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലും കപ്പ ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പത്തിരിയാണ് കേട്ടോ കഴിച്ചത്. അപ്പം എന്താണ്, രാവിലെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഉമ്മാണെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഉപ്പയാണെങ്കിൽ പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതിലാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത്. എനിക്ക് കപ്പ രാവിലെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പത്തിരിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച്, ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചയായി വൈൻഡപ്പ് എടുക്കാനല്ലേ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ കമന്റ് ഒക്കെ കാണാറുണ്ട്, ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. നമ്മളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഓടി ഇവിടെ എത്താൻ തോന്നാറുണ്ട്. നിങ്ങൾ അന്വേഷണം കാണുമ്പോൾ ഇക്ക എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ.
സുഖാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. ഞങ്ങള് സുഖമാണ്, ഹാപ്പിയാണ്. ആഗമന ഉദ്ദേശം അടുത്ത വീഡിയോയില് നമ്മൾ പറയുന്നതായിരിക്കും. ഞാൻ ഇന്റർവ്യൂല് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജ്മീറും കുറച്ച് പറഞ്ഞായിരുന്നു. പിന്നെ അതിങ്ങനെ എന്തായാലും ഈ ഒരു വ്ളോഗിൽ പറഞ്ഞ ഒരു സർപ്രൈസ് വേണ്ട, അടുത്ത വ്ളോഗിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പം നമ്മൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ടുപുറകിൽ അതും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വലിയ സ്വപ്നമായ വീട് എന്നൊരു സ്വപ്നം പോവുകയാണെങ്കിൽ അതോടൊപ്പം അതിനോളം സന്തോഷമുള്ള വേറൊരു വാർത്തയാണ് ഇനി നിങ്ങളെല്ലാരും കാത്തിരിക്കുന്നത്. കുറെ കൊല്ലമായിട്ട്, പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ വാർത്ത. പക്ഷെ ഞാൻ വന്നിട്ട് അത് ഡിക്ലെയർ ചെയ്യാം, എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മളെ വീഡിയോയിൽ നിന്നല്ല, ആരടുത്ത് തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം എനിക്കൊന്ന് വീഡിയോ വരുമ്പോഴായിരിക്കും എല്ലാരും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും. പിന്നെ അടുത്ത ബന്ധം കുറച്ച് ആൾക്കാരോട് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായിട്ടും കാണുക. ഞങ്ങൾ അങ്ങനെ ഒരുപാട് വീഡിയോ കാണാൻ നിർബന്ധം പിടിക്കാറില്ല. അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. കാരണം ഞങ്ങളോടൊപ്പം അത്രയധികം സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങളും. ഞങ്ങൾക്കുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിലായിക്കോട്ടെ, സങ്കടത്തിലായിക്കോട്ടെ, എന്തെങ്കിലും അച്ചീവ്മെന്റ്സിലൊക്കെ ആയിക്കോട്ടെ, എല്ലാത്തിനും കൂടെ നിന്ന് അത്രയും സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, അത് കാണണം. അത് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നൊരു ഇപ്രാവശ്യം വന്നൊരു വെറൈറ്റി സ്റ്റൈലില്ല. ഞാൻ മുടി അങ്ങനെ വളർത്താറില്ല. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മുടി കട്ടിങ്. കാരണം വൃത്തിയായിട്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് എപ്പോഴും കട്ട് ചെയ്ത് വെക്കാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ കുറച്ചു കാലം ഒന്ന് വളർത്താൻ തോന്നി. ഇവിടെ കയറി വന്ന് എത്തുമ്പോ ഉമ്മ ആദ്യം ചോദിച്ചത് ഇങ്ങനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നല്ല, മുടി എന്താ അവിടെ ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലായിരുന്നോ എന്നാ ചോദിച്ചു. അപ്പൊ 2-3 ദിവസമായിട്ട് എത്തിയിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രഷർ, വ്യാഴാഴ്ച രാത്രിയാണ് എത്തിയത്. അപ്പൊ അതിന്റെ ഒരു പ്രഷർ ഉണ്ട് മുടിയുടെ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം, നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ആഷ്ന കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ചെറിയ പ്രതീക്ഷ, ആഷ്ന കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാവും എന്നൊരു സംശയം. ഓപ്പോസിറ്റ് ആണെന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ്. ഞാൻ സീരിയസ്ലി കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായില്ല ഇതുകൊണ്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ടാവും. ജസ്റ്റ് നിങ്ങളോടും സംസാരിക്കാൻ ഒരു സബ്ജക്ട് ഇല്ലാത്തതിന്റെ കൊണ്ട് ഒരു സബ്ജക്ട് ഉണ്ടാക്കി സംസാരിച്ചെന്നേ ഉള്ളൂ. കമന്റ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ജസ്റ്റ് എല്ലാവരും മസ്റ്റ് കാണുക പ്ലീസ്. വാച്ച് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം.